പ്രിയമുള്ളവരെ, വചനജ്വാല 1366 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 28 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മെയ് മാസമടക്കം 28 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ 119 സങ്കീർത്തനം 109 മുതൽ 129 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവേ, ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണമേ. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ജീവൻ എപ്പോഴും അപകടത്തിലാണ്, എന്നാലും ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. ദുഷ്ടർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി. അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. അവിടുത്തെ ചട്ടങ്ങൾ അന്ത്യം വരെ ഇടവിടാതെ പാലിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ഉത്സുകരാക്കിയിരിക്കുന്നു. കപടഹൃദയരെ ഞാൻ വെറുക്കുന്നു. ഞാൻ അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നു. അവിടുന്ന് എൻ്റെ അഭയകേന്ദ്രവും പരിചയവുമാണ്. ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശിക്കുന്നു. ദുഷ്കർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. ഞാൻ ജീവിക്കേണ്ടതിന് അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ താങ്ങി നിർത്തണമേ. എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. ഞാൻ സുരക്ഷിതനായിരിക്കാനും എപ്പോഴും അങ്ങയുടെ ചട്ടങ്ങൾ ആദരിക്കാനും വേണ്ടി എന്നെ താങ്ങി നിർത്തണമേ. അങ്ങയുടെ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ അവിടുന്ന് നിരാകരിക്കുന്നു. അവരുടെ കൗശലം വ്യർത്ഥമാണ്. ഭൂമിയിലെ ദുഷ്ടരെ വിലകെട്ടവരായി അവിടുന്ന് പുറംതള്ളുന്നു. അതുകൊണ്ട് അവിടുത്തെ കൽപ്പനകളെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയോടുള്ള ഭയത്താൽ എൻ്റെ ശരീരം വിറയ്ക്കുന്നു. അങ്ങയുടെ വിധികളെ ഞാൻ ഭയപ്പെടുന്നു. നീതിയും ന്യായവുമായത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പീഡകർക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ. ഈ ദാസനെ അങ്ങ് നന്മ ഉറപ്പുവരുത്തണമേ. അധർമ്മികൾ എന്നെ പീഡിപ്പിക്കാൻ ഇടയാക്കരുതേ. അങ്ങയുടെ രക്ഷകയെയും അങ്ങയുടെ നീതിയുക്തമായ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തെയും നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് തളരുന്നു. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ ദാസനോട് പ്രവർത്തിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ ദാസനാണ്. എനിക്ക് അറിവ് നൽകണമേ. ഞാൻ അങ്ങനെ അങ്ങയുടെ കൽപ്പന ഗ്രഹിക്കട്ടെ. കർത്താവെ, പ്രവർത്തിക്കാനുള്ള സമയമായി. അവിടുത്തെ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയും കള്ളധികം സ്നേഹിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്. ഞാൻ അവ പാലിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ ജർമാനൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സഹോദരന്റെ ശിക്ഷണത്തിൽ വളർന്ന ജർമാനൂസ് പാതിരാത്രിയിൽ 2 കിലോമീറ്ററോളം നടന്ന് രാത്രി നമസ്കാരം നടത്തിയിരുന്നത്. വൈദികനായ ഉടനെ സിംഫോറിയന്റെ ആശ്രമത്തിലെ ആപട്ടായി. ആശ്രമവാസികൾ ഉറങ്ങുമ്പോൾ ജർമാനൂസ് ദീർഘമായ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 58 വയസ്സിൽ മെത്രാനായി സ്ഥാനമാറ്റം പ്രാർത്ഥനയിലും ഉപവാസത്തിലും മാറ്റം വരുത്തിയില്ല. പല ഭിക്ഷുക്കൾക്കും തൻ്റെ മേശയിൽ നിന്നാണ് ഭക്ഷണം നൽകിയിരുന്നത്.
ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയും രോഗശാന്തികളും പല അത്ഭുത പ്രവൃത്തികളും ചെയ്തുകൊണ്ട് 80-ാം വയസ്സിൽ മെയ് 28-ന് ആർച്ച് ബിഷപ്പ് ജർമാനൂസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ആർച്ച് ബിഷപ്പായ വിശുദ്ധ ജർമാനൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.